പ്രിയ കൂട്ടുകാരെ, അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ ബിദം വനിതാ ശിങ്കാരി മേളത്തിൻ്റെ പുതിയൊരു പ്രോഗ്രാം ഇതാ അടിമാലി ടൗണിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിമനോഹരമായ ഈ ശിങ്കാരി മേളം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിമനോഹരമായിട്ട് നല്ല ആക്റ്റീവായിട്ട് നല്ല സ്റ്റെപ്പായിട്ട് ഒരു മോഡിഫിക്കേഷനോടുകൂടി നന്നായിട്ട് ഇപ്പോൾ കൂട്ടുന്നുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും അവർക്ക് പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. പെണ്ണുങ്ങളൊക്കെ കലാരംഗത്ത് വന്നതാണ്. ഈ രംഗത്തേക്ക് പെണ്ണുങ്ങളെ കടന്നു വന്നാൽ അത് നന്ദിയാണ്. പെണ്ണുകാച്ചോട്ട് അടിപൊളിയല്ലേ, അവരിങ്ങനെ പഠിച്ചു കയറി വരുന്നല്ലോ. നിസ്സാര ദിവസം ട്രെയിനിങ് ഉള്ളൂ. നന്നായിട്ട് നല്ല ഗണവാസനമുള്ളവരാണ്. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. അടിപൊളി, നല്ല ഗംഭീരമായിട്ടുണ്ട്. കഴിഞ്ഞ അവിടുത്തെ മറ്റേ പഞ്ചായത്തിലൊക്കെ അവർ കഴിവ് തെളിയിച്ചവരാണ്. UDFന്റെ സജീവ പ്രവർത്തകരുമാണ്. നല്ല ഭംഗിയായിട്ട് എല്ലാവരും രാവിലെ 8 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമിൽ അവർ സജീവമായിട്ട് പങ്കെടുത്തു. നല്ല താളാത്മകമായിട്ട് ചെണ്ട കൊട്ടി. സന്തോഷം. അത് മതി. ഓള് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. നല്ല മിടുക്കികളായ
നമ്മുടെ ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കലാപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പുറകിലാണ്. പ്രത്യേകിച്ച് പരമ്പരാഗത ആചാര രീതികളുള്ള ചെണ്ട വാദ്യ മേളങ്ങളെ കുറിച്ച് നല്ല ബോധം പുതിയ ആധുനിക കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആ വനിതകൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് പരിശീലിക്കുകയും പഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണത്തോടു കൂടി അത് പൂർത്തീകരിക്കുകയും പരിശീലിച്ച അത് പരിപൂർണ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ നാട്ടിൽ അവർ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെണ്ടമേളം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ട്. ഭാവിയുണ്ട്, കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ട്. ചെണ്ടമേളം ഇട്ടുപോട്ടോ? നന്നായിരുന്നു. സൂപ്പറായിരുന്നു. ഞങ്ങളുടെ പിള്ളേര് നല്ല തകർത്ത് വാരി നന്നായിട്ട് കൊട്ടി. അവർക്ക് ഇനി ഏതൊരു പ്രചോദനമായിട്ട് അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വനിതാ ശിങ്കാരിമേളം നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് നടത്തുന്നത്. നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആത്മാർത്ഥമായിട്ട് കൊട്ടിയോ? ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കൊട്ടി. ഞങ്ങളുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. എല്ലാവരും ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ നല്ല പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇത് നിങ്ങളുടെ എത്രാമത്തെ പരിപാടിയാണ്? ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. ഞങ്ങൾക്ക് അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രോഗ്രാമാണ്. നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്താ? റിതം വനിതാ ശിങ്കാരി മേളം അടിമാലി. അപ്പൊ ആദ്യത്തെ പരിപാടി എവിടെ വെച്ചായിരുന്നു? അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വെച്ചായിരുന്നു. എന്നുമായിട്ട് അത് ഗംഭീരമായിരുന്നു. നല്ല ഭാവിയുണ്ട്. ഭാവിയെന്ന് മാത്രമല്ല, സ്ത്രീകൾ ഇതുപോലെയുള്ള പരിപാടിയിലേക്ക് വരുന്നത് അവർക്ക് ഒരു ഉത്തേജനമാണ്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവർക്ക് പുസ്തകമാണെന്ന് പറയുമ്പോ വനിതാ ശൃംഗാരി മേളം ഞാന് പല സ്ഥലത്തും ചെണ്ടമേളം കണ്ടിട്ടുണ്ടെങ്കിലും അടിമാലിയിൽ ഇത്രയും ചിട്ടയോടുകൂടി കളർഫുൾ ആയിട്ട് ഒരു യൂണിഫോമിൽ ഒരു ചെണ്ടമേളം കണ്ടത് ഇപ്പോഴാണ്. ഈ ചെണ്ടമേളത്തോടൊപ്പം രാവിലെ മുതൽ സഞ്ചരിക്കാനും അത് കേൾക്കാനും ഉണ്ടായതിൽ വലിയ ഒരു ആഹ്ലാദം തോന്നുന്നു. ഇവർക്കൊക്കെ ഏത് സ്റ്റൈഫൻഡ് കൊടുത്താണ് ഇവരെ വളർത്തിയെടുക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് പഞ്ചായത്ത് തലത്തിൽ അടുത്ത ഭരണസമിതി പഞ്ചായത്ത് വന്നാൽ ഈ ചെണ്ടമേളം നടത്തുന്ന ഈ വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ഒരു ഗ്രാന്റ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.